യെസ് 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 അങ്ങനെ മൈക്കിൾ കാരിക്കിൻ്റെ യുഗം തുടങ്ങിയിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2, മാഞ്ചസ്റ്റർ സിറ്റി 0. ഐ റിപ്പീറ്റ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2, മാഞ്ചസ്റ്റർ സിറ്റി 0. അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗെയിം, ദ ഡെർബി ഗെയിം, മൈക്കിൾ കാരിക്ക് ഇൻട്രിം കോച്ചായിട്ട് ആദ്യത്തെ ഗെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ സീസണിൽ. സോ ആ ഗെയിമിൽ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു എബവ് 90% ആൾക്കാരും പറയും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചില ആൾക്കാർ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ ഡ്രോ പിടിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ നമ്മൾ തോറ്റ് തരിപ്പണം ആകും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു ആധികാരിക വിജയം നേടും എന്ന് ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനത്തെ ഉള്ള ഒരു വിജയമായിരുന്നു. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്കൊന്നൊരു 2-3 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഇത്രയും ആധികാരിക വിജയം നമ്മൾ നേടുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പുള്ള ചില എക്സൈറ്റിംഗ് ഗെയിംസ് നമ്മുടെ സീസണിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിലും ലിയോണിലൊക്കെ എതിരായിട്ട് യൂറോപ്പ കപ്പിലുള്ള വിജയം അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ഗെയിമായിരുന്നു. പക്ഷേ നമ്മൾ ഫുൾ കൺട്രോളിലും എന്താ പറയുക, ഫുൾ 100% എല്ലാ പ്ലെയേഴ്സും ഉണർന്ന് കളിച്ച് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം അടുത്തിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി ഈ ഒരു ഗെയിമിനെ നോക്കി കണ്ടത്. കാരണം അതാണ്. ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും, ഇപ്പം ഓഫ് ദ ബോൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞിരുന്നാലും, പ്രസ്സിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിരുന്നാലും, എന്താ പറയുക, ഓൺ ടാർഗറ്റ്, ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, പിന്നെ ഒട്ടുമിക്ക മേഖലകളിലെല്ലാം നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റീനെതിരെ ഡോമിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കളിച്ചതും ഈ വിജയം നേടിയതും. അപ്പോൾ അത് തന്നെയാണ് ഈ ഗെയിമിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ നമ്മൾ ഒരു 5-6 ഗോൾസിനെങ്കിലും വിജയിക്കേണ്ടിയിരുന്ന ഒരു ഗെയിമാണ്. കാരണം ഓൾറെഡി 3 ഗോൾ ഓഫ് സൈഡ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിഷേധിക്കപ്പെട്ടു. ആദ്യത്തെ 2 ഗോൾ നമുക്ക് അറിയാം, ഓക്കെ, അതൊരു കുറച്ച് ഓഫ് സൈഡ് എന്നുള്ള ലെവലിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ മൂന്നാമത്തെ മൗണ്ടിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ അതൊരു ഓഫ് സൈഡ് ആണോ എന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതായിട്ടല്ല നമുക്ക് കിട്ടിയത്. സോ അതും ഓഫ് സൈഡായിട്ട് പോയി. അപ്പം അവിടെ 3 ഗോൾ പോയി. പിന്നെ കാസിമീറോയുടെ ആ ചാൻസ് അത് പോയി. പിന്നെ ഏതായിരുന്നു നമ്മുടെ അമാദിൻ്റെ ആ പോസ്റ്റ് തട്ടിപ്പോയിട്ടുള്ളത്. പിന്നെ മഗ്വയറിൻ്റെ ആ ഹെഡർ അത് 3ാമത്തെ മിനിറ്റിൽ. അങ്ങനെ കുറേ ചാൻസസ്, ഇത്രയധികം ചാൻസസ് കിട്ടിയിട്ട് നമ്മൾ 2 ഗോൾ ലീഡിൽ മാത്രം ജയിച്ചത് ഒരു വല്ലാത്തൊരു ഇതാണ്. ബട്ട് വി വർ സപ്പോസ് ടു വിൻ 5-6-0 എന്നുള്ള രീതിയിലായിരുന്നു ഈ ഗെയിം അവസാനിക്കേണ്ടിയിരുന്നത്. ബട്ട് നെവർദലെസ് കുഴപ്പമില്ല, നമ്മൾ അത്രയും ഒരു വിജയം നേടി. പിന്നെ ഈ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ, ഈ ലൈനപ്പ് വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നി, ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ലൈനപ്പ്. ഈ ലൈനപ്പിൽ എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ എംബൂമോ, അമാദ്, ഇവർ രണ്ടുപേരും എങ്ങനെ ഒരു ടീമിലേക്ക് വരും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ കാരിക്ക് പ്രോപ്പറായിട്ട് തന്നെ ഇവരെ പ്ലേസ് ചെയ്തു. കാരിക്കിൻ്റെ ഫോർമേഷൻ, അതായത് 4-2-3-1 കളിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ, കാരണം ഇവർ രണ്ടുപേരും 2 സൈഡിലിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഫോർമേഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയത്. ഡിഫൻസിലേക്ക് മഗ്വയർ വരുന്നു. കളി കഴിഞ്ഞിട്ട് കാരിക്ക് പറയുന്നുണ്ടായിരുന്നു മഗ്വയറിൻ്റെ തിരിച്ചു വരവ് പരിക്കിൽ നിന്ന് അതൊരു ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ടാണ് എത്തിച്ചത്. അപ്പം നമുക്കറിയാം എന്തുമാത്രം എന്താ പറയുക ത്യാഗം സഹിച്ചിട്ടാണ് മഗ്വയർ ആ ഒരു ഗെയിമിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളത്. അതിനുള്ള പെർഫോമൻസ് 100% കൊടുക്കുകയും ചെയ്തു. വാട്ട് എ കൊളോസൽ പെർഫോമൻസ്. ഡിഫൻസ് രണ്ടുപേരും, അതായത് ലിച്ചയും മഗ്വയറും ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഹാളൻഡിനെയൊക്കെ എന്താ പറയുക പെട്ടിയിലിട്ട് പൂട്ടി, അല്ലെങ്കിൽ പോക്കറ്റിലിട്ടിട്ട് സിംബം അടച്ച് അനങ്ങാൻ പോയാത്ത രീതിയിലുള്ള എന്താ പറയുക പൂട്ടലായിപ്പോയി. അങ്ങനത്തെ ഉള്ള ഇതാണ്. നിക്കി ബട്ട് ആൻഡ് പോൾ സ്കോൾസ്, ഇവർ രണ്ടുപേരും നാണിച്ച് തല താഴ്ത്തണം. ലിച്ച മാർട്ടിനസിനെ കുറിച്ചിട്ടൊരു ടോഡ്ലർ എന്നുള്ള കമൻ്റ് ഇറക്കി. ഹാലൻഡ് ടോഡ്ലറിനെ അല്ലെങ്കിൽ ലിച്ചാനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും, നെറ്റിലേക്ക് വലിച്ചെറിയും എന്നുള്ള ഷെയിംഫുൾ ആയിട്ടുള്ള കമൻറ്റ് ഇറക്കിയ നിക്കി ബട്ട് ആൻഡ് പോൾ സ്കോൾസ്, യു ഹാവ് ടു ഹാങ് യുവർ ഹെഡ്സ് ഇൻ ഷെയിം എന്ന് വേണം എനിക്ക് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. സോ എന്താ പറയുക, ബെസ്റ്റ് പെർഫോമൻസ് ബൈ ദി ഡിഫൻഡേഴ്സ് ദെയർ. പിന്നെ ഈ ഗെയിമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ 3rd മിനിറ്റിൽ തന്നെ ഈ ഒരു ചാൻസ് കിട്ടി. അത് ഹെഡർ ആകേണ്ടിയിരുന്ന ഗോളാണ്, പക്ഷേ ബാറിൽ തട്ടി അവിടെ പോകുന്നു.
പിന്നെ അതിനുശേഷം 10ാമത്തെ മിനിറ്റിൽ ഈ ഒരു റെഡ് കാർഡ് ഇൻസിഡൻറ്റ് അവിടെ സംഭവിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഡിയോഗോ ഡാലോട്ടിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും മൈക്കിൾ കാരിക്കിൻ്റെയും എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് മാത്രം ആ ഒരു റെഡ് കാർഡ് അവിടെ കിട്ടിയില്ല. പകരം ഒരു യെല്ലോ കാർഡ് കിട്ടുന്നു. അപ്പം അവിടെ നിന്നാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പതുക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗെയിമിലേക്ക് ഇൻവോൾവ് ആവുന്നു, കൂടുതലായിട്ടുള്ള അറ്റാക്കുകൾ നടത്തുന്നു. പിന്നെ എന്താ പറയുക, ബോൾ ഇവർ അമർമിൻ്റെ സിസ്റ്റത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ കൂടുതലും എന്താ പറയുക ബോൾ കയ്യിൽ വെക്കാൻ എന്തോ പേടിക്കുന്ന രീതിയിലാണ്. പക്ഷേ ഈ ഒരു ഗെയിമിനകത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്ത് മറ്റേ റോണ്ടോ ചെയ്യുന്ന രീതിയിൽ ഇവർ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയേഴ്സിനെ എന്താ പറയുക നോക്കുകുത്തികളാക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പാസ് ചെയ്തിട്ട് നിന്നുകൊണ്ടിരുന്നത്. സോ ലോട്ട് ഓഫ് എന്താ പറയുക ഹൈലൈറ്റ്സ് ഇൻ ദിസ് ഗെയിം. അപ്പോൾ അങ്ങനെ 10th മിനിറ്റ് കഴിഞ്ഞിട്ട് ആ റെഡ് കാർഡിൻ്റെ ഇൻസിഡൻറ്റ് ആ ഒരു സംഭവം മുതൽ പിന്നെ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നു. ഫസ്റ്റ് ഹാഫ് വി എൻഡഡ് ഓൺ എ ഹൈ. അപ്പം ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഈ അമർമെൻ്റ് അണ്ടറിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1-2 മിനിറ്റിൽ ഗോൾ വഴങ്ങുന്നതോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ ഗോൾ വഴങ്ങുന്നതായിട്ടുള്ള പല ഇൻസിഡൻസും കണ്ടിട്ടുണ്ട്. അപ്പം സിറ്റി ആയിട്ട് കളിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്, സിറ്റി സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുമ്പോൾ ടാക്ടിക്സ് ഒക്കെ മാറ്റിയിട്ട് ആക്രമിക്കാനായിട്ടുള്ള ലെവലിൽ തന്നെ ആയിരിക്കും ഇറങ്ങുക എന്നുള്ളൊരു ചിന്ത അപ്പോഴേക്കും വന്നു. പക്ഷേ നമ്മൾ പിടിവിട്ടിട്ടില്ല. പഴയ അമർമിൻ്റെ അണ്ടറിലുള്ളൊരു ഗെയിമല്ല കാരിക്കിൻ്റെ അണ്ടറിലുള്ളത് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് നമ്മൾ ഗെയിം സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും. ആൻഡ് വി ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി. 65th മിനിറ്റ് ആയപ്പോൾ സിറ്റിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫ്രീ കിക്ക് അത് ഹെഡ് ചെയ്ത് കളഞ്ഞു. ലിച്ചയാന്ന് തോന്നുന്നു, ലിച്ച അല്ലെങ്കിൽ മഗ്വയറിൻ്റെ ഹെഡറിൽ ബോള് എംബൂമോയ്ക്ക് കിട്ടുന്നു. എംബൂമോ അത് ട്രിക്ക് ചെയ്ത് സിറ്റി പ്ലെയറിനെ ട്രിക്ക് ചെയ്തിട്ട് ബ്രൂണോയ്ക്ക് കൊടുക്കുന്നു. ബ്രൂണോ അതുമായിട്ട് മുമ്പോട്ട് പോയി ലൈക്ക് 4-on-2 എന്നുള്ള ലെവലിലേക്ക് മുമ്പോട്ട് പോകുന്നു. പിൻ പോയിന്റ് പാസ് എംബൂമോയ്ക്ക് കാലിൽ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ബോൾ കിട്ടുന്നു ആൻഡ് പ്രോപ്പർ സ്ട്രൈക്ക്. അതുവരയ്ക്കും പല ചാൻസസ് നമുക്ക് കിട്ടിയത് എന്താ പറയുക ഡോൺറുമ അത് തട്ടി അകറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രോപ്പർ സ്ട്രൈക്കിൽ ഡോൺറുമ വീഴുന്നു. ഡോണറുമയുടെ കോട്ട തകർക്കപ്പെട്ട് എന്നുള്ള ലെവലിലേക്ക് ഒരു ഗോള് ഉതിർത്ത് എംബൂമോ നമ്മുടെ ആ ഒരു വിജയത്തിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു 65th മിനിറ്റിൽ. അവിടെ നിന്ന് തുടങ്ങിയതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്രൗഡ്, ഇരമ്പി ആർക്കുന്ന ക്രൗഡിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക അത്രയും ആൾക്കാരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഗോളായിരുന്നു അത്. പിന്നീട് ആ ഗോളിൻ്റെ ആവേശത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ മത്തിയസ് കുന്യനെ ഈ ടൈമിൽ ഇറക്കുന്നു, ഗ്രൗണ്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നു. ആൻഡ് മത്തിയസ് കുന്യ ആ സെക്കൻഡ് ഗോളിന് ഡോർഗുവിന് അത് മറിച്ച് കൊടുത്തു. അതും എന്താ പറയുക, കുന്യ ആ സമയത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് വരുന്ന ഒരു പ്ലെയറാണ്, പുതിയൊരു പ്ലെയർ. അങ്ങനെ ഒറേലിനെ കട്ട് ചെയ്തിട്ട് ആ ക്രോസ് ഇൻവേർഡ് വരുന്നു, ഡോർഗുവിൻ്റെ ഗോൾ. അതോടുകൂടി ശവപ്പെട്ടിയിൽ ആണി അടിക്കപ്പെട്ടു. സിറ്റിയുടെ ശവപ്പെട്ടി ആണി അടിക്കുന്ന ലെവലിലാണ് ഡോർഗു ആ ഗോൾ സ്കോർ ചെയ്തിട്ട് ആ കളി അവസാനിപ്പിക്കുന്നത്. ആൻഡ് ഈ കളിയിൽ എടുത്തു പറയേണ്ട പെർഫോമൻസസ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. ബ്രൂണോനെ ആ 10ാം നമ്പറായിട്ട് അഴിച്ചു വിട്ടപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കാളക്കുറ്റന്മാരെ ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിട്ട് ജല്ലിക്കെട്ടിന് പിടിച്ച് വിടുമ്പോൾ പോകുന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഫ്രീഡം കിട്ടുമ്പോൾ ഒരു പ്ലെയറിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും, അത് തന്നെയാണ് ബ്രൂണോ ഇന്നലെ കാഴ്ചവെച്ചത്. അമർമിൻ്റെ സിസ്റ്റത്തിൽ ഡബിൾ പിവറ്റിൽ ആ ഹോൾഡിംഗ് പൊസിഷനിൽ കളിക്കുന്ന സമയത്തുള്ള ബ്രൂണോ ആൻഡ് ഇന്നലെ കണ്ട ബ്രൂണോയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ രാപ്പകൽ വ്യത്യാസം. ബ്രൂണോനെ അഴിച്ചു വിട്ട് കഴിഞ്ഞിരുന്നാൽ ബ്രൂണോയുടെ പാസിങ്ങും പിന്നെ എന്താ പറയുക ഈ നമുക്ക് കറക്റ്റ് പാസ്, ഐ ഫോർ പ്രോപ്പർ പാസ്, അതെല്ലാം ബ്രൂണോ ഇന്നലെ കാഴ്ചവെച്ചു. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ബ്രൂണോ ഇന്നലെ അഴിച്ചുവിട്ടത്. എൻ്റെ കൂട്ടത്തിൽ തന്നെ കസമീറോ ആൻഡ് മെയ്നു, ഇവർ രണ്ടുപേരുടെ ആ പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു മെയ്നു എങ്ങനെ ഈ ടീമിലേക്ക് വരും എന്നുള്ളത്. അമർമിൻ്റെ സിസ്റ്റത്തിൽ ഡെഫിനറ്റ്ലി മെയ്നുവിന് ചാൻസ് ഇല്ല. പക്ഷേ ഈ സിസ്റ്റത്തിൽ, കാരിക്കിൻ്റെ സിസ്റ്റത്തിൽ കസമീറോ ആൻഡ് മെയ്നു പെർഫോംഡ് റിയലി ഗുഡ്. അത്രയും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. മെയ്നുവിൻ്റെയൊക്കെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ 91% പാസ് ആക്യുറസിയും പിന്നെ കുറേ ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ്. എന്താ പറയുക, ബോള് കാലിൽ വെച്ചിട്ട് ഒരു രീതിയിലുള്ള പാനിക്കും ഒന്നും കാണിക്കുന്നില്ല.
സാധാരണ പ്ലെയേഴ്സ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വെച്ചാൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് കളയുക അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇന്നലത്തെ ഗെയിമിൻ്റെ അകത്ത് നമ്മുടെ മെയിനോ എന്നൊക്കെ പറഞ്ഞാൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ലൈക്ക് ഹി വാസ് ട്രൈങ് ടു മൂവ് ഫോർവേഡ്, അല്ലെങ്കിൽ ഒരു പ്രഷറും ഇല്ല, ആൾക്കാർ പ്രസ് ചെയ്ത് വരുന്ന സമയത്തൊന്നും അങ്ങനത്തെ ഉള്ള ഒരു ടെൻഷനൊന്നും കാണിക്കാത്തുള്ള പെർഫോമൻസ് മെയിനുവിൻ്റെ ഇതിനകത്ത് കാഴ്ചവെച്ചു. ആൻഡ് കാസമീറോ നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡിലെ ജനറൽ, ഹീസ് ടൈം എന്താ പറയുക, ഒരു ടൈംലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും വർഷത്തെ പെർഫോമൻസും കാര്യങ്ങളും അത് അങ്ങോട്ടേക്കും ഉണ്ട്. നമ്മളൊരു പ്രോപ്പർ സിസ്റ്റത്തിൽ കാസമീറോയ്ക്ക് ഡെഫിനറ്റ്ലി ഹി ഹാസ് എ റോൾ. അപ്പം ഈ ഒരു സീസണിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാസമീറോ കാഴ്ചവെച്ചത്. അപ്പം ഇതിനകത്ത് ഹാലൻഡിനെയൊക്കെ പൂട്ടുന്നതിനകത്ത് ഒത്തിരി, ഹാലൻഡ് ബോളുമായിട്ട് മുമ്പോട്ട് പോകുമ്പം ബാക്കിൽ കൂടെ വന്നിട്ട് സ്ലൈഡിങ് ടാക്കിളിൽ ബോൾ റിക്കവർ ചെയ്തൊക്കെ പോകുന്നത് അതൊക്കെ കാണാനായിട്ട് എന്ത് ഒരു അഴക് തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ആൻഡ് പിന്നെന്താ പറയുക, ഇതിൻ്റെ അകത്ത് കണ്ടെന്ന് പറഞ്ഞാൽ അമറമിൻ്റെ സിസ്റ്റവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ DNA തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഇന്നലത്തെ ഗെയിമിൽ കണ്ടത്. അപ്പം അമറം സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ല, ഓൾറെഡി അത് കഴിഞ്ഞ ഒരു ചാപ്റ്ററാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കറണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത് ഒരു നമ്മുടെ പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ DNA ഒരു എന്താ പറയുക മിന്നലാട്ടം കാഴ്ചവെച്ചു എന്ന് വേണം തന്നെ പറയാനായിട്ട്. കാരണം എന്താ പറയുക, നമുക്കറിയാം ഫ്രീ ഫ്ലോയിങ് അറ്റാക്കിംഗ് ഫുട്ബോളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ DNA. അത് തന്നെയാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഫ്രീ ഫ്ലോയിങ് ആയിരുന്നു, കൗണ്ടർ അറ്റാക്കിങ്ങിൻ്റെ ഒരു അഴക്, അതൊക്കെ കാണുമ്പോൾ ഇരമ്പി ആർത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയി ഗോൾ അടിക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇന്നലെ ആ എംബൂമോ ഗോളിൽ നമ്മൾ കണ്ടത്. ഫുൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം. അപ്പം അമറം സിസ്റ്റം ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതിൽ അമറമിൻ്റെ സിസ്റ്റം വിജയിക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ അകത്തുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. സ്റ്റബോൺ ആയിരുന്നു, ഫ്ലെക്സിബിൾ അല്ല, അതിനുള്ള പ്ലെയേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോർഡ് അമറമിന് നൽകിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അത് ആ ഒരു ചർച്ച മേ ബി ലൈക്ക് ഓൺ എ ഡിഫറെൻറ്റ് ഡേ നമുക്ക് നടത്താം. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ എന്താ പറയുക, ഈ ഒരു വിജയം അതെന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് DNA അത് തന്നെയായിരുന്നു ഇന്നലെയും കണ്ടത്. പിന്നെ ഡോർഗുവിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് പെർഫോമൻസ്. എന്താ പറയുക, ഒരു 90 മിനിറ്റ്സ് ഫുള്ളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. ഹീസ് എന്താ പറയുക, ഒരു കാളക്കൂറ്റൻ എന്നുള്ള ലെവലിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നത്, ഫൗൾസ് വിൻ ചെയ്യുന്നതും അത് എല്ലാം മൊത്തത്തിലൊരു ഒരു ടോട്ടൽ പെർഫോമൻസ്, കംപ്ലീറ്റ് പെർഫോമൻസ്. ഡോർഗുവിനെയൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കാരിക്കിനൊക്കെ അത് ഈ ഒരു സീസണിൽ ഭയങ്കര നല്ല രീതിയിലുള്ള പെർഫോമൻസസിലേക്കും വിജയങ്ങളിലേക്കും പോകാനായിട്ട് സാധിക്കും. പിന്നെ എന്താ പറയുക, ലിച്ചയുടെയൊക്കെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി ലിച്ചയും മഗ്വയർ ഒക്കെ പൂട്ടി, നല്ല രീതിയിൽ അവരുടെ ഫോർവേഡ്സിനെയൊക്കെ പൂട്ടി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ബ്രൂണോയുടെ പെർഫോമൻസിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡ്രിനെയൊക്കെ നല്ല രീതിയിൽ, റോഡ്രിക്കൊന്നും അധികം ബോൾ വെച്ച് കളി നിയന്ത്രിച്ചോട്ട് പോകാനായിട്ടുള്ള ഒരു അനുവാദം കൊടുത്തില്ല. അത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ബ്രൂണോ എപ്പോഴും റോഡ്രിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാരിക്ക് കൊണ്ടുവന്നത്. ഇപ്പം ഫോർമേഷൻ്റെ അകത്ത് മാത്രമുള്ള ഒരു ചേഞ്ച് അല്ല ഇന്നലെ സംഭവിച്ചത്. ഇതിൻ്റെ അകത്ത് മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നേക്കിഡ് ഈ ഐ ടെസ്റ്റ് വിജയിച്ചു എന്ന് വേണം പറയാൻ. നമ്മൾ അമറമിൻ്റെ അണ്ടറിലൊക്കെ കളി ജയിക്കുമ്പോഴും ബട്ട് നമുക്കൊരു ഐ ടെസ്റ്റിൽ കളി വിജയിച്ചിട്ടില്ല, നമ്മൾ ജയിച്ചു എന്ന് വേണം പറയാം. പക്ഷേ ഇന്നലത്തെ കളിയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ വിൻ ഓൺ എൻ ഐ ടെസ്റ്റ് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ എന്താ പറയുക, ടോട്ടൽ ഡോമിനേറ്റിംഗ് പെർഫോമൻസ്, ഇങ്ങനൊരു പെർഫോമൻസ് അടുത്തിടയ്ക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പം നെക്സ്റ്റ് അംഗം എന്ന് പറയുന്നത് ആർസണലാണ്. ആർസണലിൻ്റെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഇനി അടുത്ത പെർഫോമൻസ് ആയിട്ട് പോകുന്നത്. സോ ദാറ്റ് വിൽ ബി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഗെയിമോട് കൂടി നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഓവർ ബോർഡ് ആകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മളൊരു ഗെയിം വിജയിച്ചു, ഓക്കെ ഫൈൻ, ആ ഒരു ഗെയിം കഴിഞ്ഞു, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഗെയിം. അപ്പം ഒരു കളിയോടുകൂടി നമ്മൾ മൊത്തത്തിൽ അങ്ങ് മാറി എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ബട്ട് അതിനുള്ളൊരു സ്പാർക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ബ്രിങ് ദാറ്റ് എക്സൈറ്റ്മെൻറ്റും ആ ഒരു സ്പാർക്ക് ഓൺ ടു ദ നെക്സ്റ്റ് ഗെയിം അല്ലേ. അപ്പം ആർസണലായിട്ടുള്ളൊരു പരീക്ഷണമുണ്ട്. ആദ്യത്തെ പരീക്ഷണം വിജയിച്ചു, രണ്ടാമത്തെ ബോംബാണ് ആർസണൽ. അപ്പം ആർസണലുമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗെയിമിൽ ആർസണലുമായിട്ട് നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പക്ഷേ ആ ഒരു ഗോൾ നമ്മൾ തോൽക്കുകയാണ് ഉണ്ടായത്. ബട്ട് ഈ ആർസണലിൻ്റെ സ്റ്റേഡിയത്തിൽ പോയിട്ട് വീണ്ടും ഒരു ബോംബ് ഇടാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിയുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ഈ ഒരു സീസണിൻ്റെ എന്താ പറയുക,
ഒരു ഫോർവേഡ് പുഷിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി ഈ ആർസണൽ ഗെയിം. ഓക്കെ, സോ ക്യാരിക്കിൻ്റെ ഫസ്റ്റ് ഗെയിം അപ്പം ഇതുവരെയ്ക്ക് ക്യാരിക്ക് വിജയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരൊക്കെയായിട്ടെന്ന് പറഞ്ഞാൽ ആർട്ടേറ്റ ആയിട്ട് ജയിച്ചിട്ടുണ്ട്, ഉനായ് എംറിനെ തോൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ പെപ്പിനെ തോൽപ്പിച്ചു, പിന്നെ ചെൽസി ആയിട്ടുള്ള ഗെയിമാണെന്ന് തോന്നുന്നു സമനിലയായിട്ടുള്ളത്. അപ്പം അത് ഏത് കോച്ചായിരുന്നു മനസ്സിൽ ഇപ്പോൾ തൽക്കാലം വരുന്നില്ല. അപ്പോൾ ടോപ്പ് കോച്ചസിനെ 3 പേരെ തോൽപ്പിക്കുകയും ഒരു കളി സമനിലയാക്കപ്പെടുകയാണ് ചെയ്തത്. ചെൽസി ആയിട്ടുള്ള ഗെയിം സമനില ആക്കുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് തോമസ് ടൂക്കലാണെന്ന് തോന്നുന്നു, തോമസ് ടൂക്കലിനെതിരെ സമനില, ബാക്കി പെപ്പ്, ആർട്ടേറ്റ, പിന്നെ ഉനായ് എംറി ഇവർക്കെതിരെ വിജയം. അപ്പം ആ ഒരു രീതിയിലാണ് 3-3 വിജയം 1 സമനിലയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഗെയിം. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്, കുറേ ഒക്കെ സംസാരിക്കാനായിട്ടുള്ളൊരു രീതിയിൽ തോന്നുന്നു, പക്ഷേ ഒന്ന് കാം ഡൗൺ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഓൺ ഫോർ ദ നെക്സ്റ്റ് ഗെയിം. പിന്നെ ഈ ഗെയിമിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നിങ്ങൾ ഈ കാണുന്ന എന്ന് വെച്ചാൽ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങളുടെ ഓരോ ലൈക്കും സഹായിക്കും. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഇഫ് യു ആർ ന്യൂ ടു ദിസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.